സ്ഥാപകായ ച ധർമ്മസ്യ സർവധർമ്മസ്വരൂപിണേ അവതാരവരിഷ്ഠായ രാമകൃഷ്ണായ തേ നമഃ. ലജ്ജാപടാവൃതേ നിത്യം ശാരദേ ജ്ഞാനദായികേ പാപേഭ്യോ ന സദാ രക്ഷ കൃപാമയി നമോസ്തുതേ. നമഃ ശ്രീയതിരാജായ വിവേകാനന്ദസൂരയേ സച്ചിത് സുഖസ്വരൂപായ സ്വാമിനേ താപഹാരിണേ. ഇന്ന് ദിവസം നമുക്ക് വിഷുവാണ്. അതേസമയം ശ്രീരാമകൃഷ്ണദേവൻ്റെ നാട്ടിൽ ഇന്ന് ബിഹു, അവരുടെ പുതുവത്സരമാണ്. നമ്മുടെ ചിങ്ങം 1 എന്ന് പറയുന്ന പോലെ നമ്മുടെ ചിങ്ങം 1 അവർക്ക് ഇന്നത്തെ ദിവസം. നമ്മുടെ വിഷുവാണ് അവരുടെ പുതുവത്സരം, അവരുടെ ബംഗാളി പുതുവത്സരം. നമുക്ക് മലയാള വർഷം എന്ന് പറഞ്ഞ പോലെ. അപ്പം അങ്ങനെ ഒരു നല്ല പ്രത്യേകതയും കൂടെ ഭഗവാന്റെ കഥ പറയുമ്പോഴുണ്ട്. നമുക്കിവിടെ ശ്രീരാമകൃഷ്ണ വചനാമൃതം വോള്യം 1 ഭാഗം 15ൻ്റെ അവസാന ഭാഗമാണ് കഴിഞ്ഞ തവണ നമ്മൾ പറഞ്ഞു വന്നത്. ആ 7-ാം അധ്യായത്തിലേക്ക് 7, 8 അതാണ് 2 അധ്യായങ്ങൾ ഇനി ഉള്ളത്. അത് 7, 8 7-ാം അധ്യായത്തിലേക്ക്, ആ 7-ാം അധ്യായത്തിൻ്റെ ഒരു ഭാഗമാണ് കഴിഞ്ഞ തവണ നമ്മൾ പറഞ്ഞത്. അതായത് ജയഗോപാല സെന്നിൻ്റെ വീട്ടിലും അതിനു മുമ്പ് ഉച്ച കഴിഞ്ഞ് വൈകിട്ട് 4 മണിയോടെ കേശവചന്ദ്രസേനൻ്റെ വീട്ടിലും തുടർന്ന് 7 മണിയോടെ ജയഗോപാല സെന്നിൻ്റെ വീട്ടിലും ഭഗവാൻ വരുന്ന ആ ഒരു സന്ദർശനമാണ് നമ്മൾ കഴിഞ്ഞ തവണ പറഞ്ഞു നിർത്തിയത്. അതിൽ കേശവചന്ദ്രസേനൻ്റെ വീട്ടിൽ നിന്ന് ജയഗോപാല സെന്നിൻ്റെ വീട്ടിലേക്ക് വന്നു. ആ വരവ് ശാരദാനന്ദ സ്വാമികൾ എങ്ങനെയാണ് വിവരിച്ചത് എന്നായിരുന്നു നമ്മൾ കഴിഞ്ഞ തവണ പറഞ്ഞത്. ലീലാമൃതത്തിൽ ഇതേ സിറ്റുവേഷൻ, സെയിം സന്ദർഭം ലീലാമൃതത്തിലും ഭംഗിയായിട്ട് വിവരിക്കുന്നുണ്ട്. അതേസമയം അതേ സിറ്റുവേഷൻ എന്ന് പറയുന്നത് 1883 നവംബർ 28 ബുധനാഴ്ച. 1883 നവംബർ 28 ബുധനാഴ്ച. ആ സെയിം ഡേ, അത് തന്നെ, ആ സന്ദർഭം തന്നെ മാസ്റ്റർ മഹാശയൻ വചനാമൃതത്തിൽ എങ്ങനെ വിവരിക്കുന്നു. ഒരേ കോണ്ടസ്റ്റ് 2 തരത്തിൽ 2 പേർ. വളരെ രസമാണ്. അത് രണ്ടും തമ്മിൽ താരതമ്യം ചെയ്ത് വായിക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖം വളരെ വളരെ വ്യത്യസ്തമായൊരു സുഖമാണ്. ഇപ്പം ജയഗോപാല സെന്നിൻ്റെ വീട്ടിൽ വന്നതിന് ഇനി ശാരദാ സ്വാമികൾ പറഞ്ഞത് നമ്മൾ കേട്ടു. ഇനിയിപ്പോൾ മാസ്റ്റർ മഹാശയൻ അതിനെ എങ്ങനെ വിവരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനം. ഈ അധ്യായത്തിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് കാണാൻ കഴിയുന്നത്, ഇതിനകത്ത് ഗൃഹസ്ഥാശ്രമികൾ ചോദിക്കുന്ന, ഗൃഹസ്ഥാശ്രമികൾ എന്ന് പറയുമ്പോൾ ഇവിടെ ജയഗോപാൽ സെന്നിൻ്റെ വീട്ടിലിരിക്കുന്ന ആളുകൾ. അതൊരു വലിയ സത്സംഗമല്ല എന്ന് നമ്മൾ പറഞ്ഞു നേരത്തെ. അത് വളരെ അടുപ്പത്തിലുള്ള, ആ കുടുംബവുമായി ബന്ധപ്പെട്ട അടുപ്പത്തിലുള്ള കുറച്ച് പേര്, കഷ്ടിച്ചൊരു 10 പേരിൽ താഴെ മാത്രം ഒന്നിച്ച് കൂടിയ ഒരു ഗൃഹസന്ദർശനം മാത്രമാണിത്. അപ്പോൾ അവിടെയും ഭക്തന്മാർ വന്നിരുന്നു എന്നുള്ളത്, അത്യാവശ്യം 1-2 ഭക്തന്മാരും ഒക്കെ ഉണ്ടായിരുന്നു എന്ന് മാത്രം. അവർ ഈ ഭാഗത്ത് ഈ നമ്മൾ ഇത് നോക്കുമ്പോൾ എന്ന് പറയുന്നത് 15-ാം ഭാഗം അവസാനിക്കുന്ന ഭാഗം, 15-ാം ഭാഗത്തിൻ്റെ അവസാന ഭാഗമാണിത്. അപ്പോൾ ഈ 15-ാം ഭാഗത്തിൻ്റെ അവസാന ഭാഗത്ത് 10 ചോദ്യങ്ങളാണ് ഈ ഗൃഹസ്ഥാശ്രമികളായ അവിടെ കൂടിയ ഭക്തന്മാർ ഭഗവാനോട് ചോദിക്കുന്നത്. 10 ചോദ്യങ്ങൾ നമ്മൾ വളരെ ഭംഗിയായി മനസ്സിരുത്തി വായിച്ച് മനസ്സിലാക്കേണ്ടതാണ്. വചനാമൃതത്തിലെ ഈ വചനാമൃതത്തിൽ നിന്ന് തന്നെ അത് വായിച്ച് നേരിട്ട് ബോധ്യപ്പെടേണ്ടതാണ്. അത് നമ്മൾ വിവരിക്കുക എന്ന് പറയുന്നത്, ആ വിവരണം ഒരിക്കലും പൂർണ്ണമാകില്ല. കാരണം അത് ഒരു വ്യക്തിയുടെ കാഴ്ചപ്പാടിൽ കൂടെ കാണേണ്ട ഒരു വസ്തുതയല്ല. ഈശ്വരൻ്റെ വാക്കുകളാണത്. ഈശ്വരൻ്റെ വാക്കുകൾ നമ്മൾ ഓരോരുത്തരും വായിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ അതെങ്ങനെയാണ് പ്രതിഫലിക്കുന്നത് എന്നുള്ളത് വ്യത്യസ്തമായിട്ടായിരിക്കാം. അതുകൊണ്ട് ഓരോരുത്തരും അത് തന്നെ പൂർണ്ണമായി വായിക്കുക എന്നുള്ളതാണ് പ്രധാനം.
10 ചോദ്യങ്ങളിൽ പ്രധാനമായിട്ടും ചോദിച്ചു വരുന്നത്, ഒന്നാമത്തെ സംശയം വന്നത് വളരെ റിലവൻ്റ് ആയിട്ടുള്ള സംശയങ്ങളാണ് ആളുകൾ ചോദിച്ചത് ഭഗവാനോട്. അതിൻ്റെ ഉത്തരമാണ് അതിഗംഭീരം. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം ചോദിച്ചത്, ഒരു കൈ ഈശ്വരനിലും മറ്റേ കൈ ലൗകികത്തിലും വെച്ചുകൊണ്ട് എങ്ങനെ പെരുമാറും? അപ്പം നമ്മളൊക്കെ അതിൻ്റെ ആ സാഹചര്യത്തിൻ്റെ ആളുകളാണ്. ഒരു കൈ ഈശ്വരനിൽ വെക്കണം, മറ്റേ കൈ എങ്ങനെ ലൗകികത്തിലും വെക്കും. അപ്പം ഇത് രണ്ട് വള്ളത്തിൽ ചവിട്ടിക്കൊണ്ട് എന്ന് പറയുന്ന പോലെ ഈ രണ്ടിടത്തും കൈവച്ചുകൊണ്ട് എങ്ങനെയാണ് നമുക്ക് മുന്നോട്ട് ഒരു സാധകൻ അല്ലെങ്കിൽ ഒരു മനുഷ്യന്, ഒരു ഭക്തന് മുന്നോട്ട് പോകാൻ പറ്റുക എന്നുള്ളതാണ് ഒരു ചോദ്യം. അതിൻ്റെ ഉത്തരം അതിനകത്ത് വരുന്നുണ്ട്. രണ്ടാമത്തത്, ദമ്പതികൾ, അപ്പോൾ നമ്മൾ ലൗകിക ബന്ധത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ബന്ധം എന്ന് പറയുന്നത് വിവാഹ ബന്ധമാണ്. അപ്പോൾ ഒരു പുരുഷനും സ്ത്രീയും തമ്മിൽ വിവാഹം ചെയ്ത് കഴിഞ്ഞാൽ അവർ ഒരുമിച്ച് എങ്ങനെ ഈശ്വര കാര്യങ്ങൾ ചെയ്യും, അതെങ്ങനെ സാധിക്കും എന്നുള്ളതാണ് അടുത്ത ചോദ്യം. അങ്ങനെ സാധിക്കാൻ ബുദ്ധിമുട്ട് വന്നാണ് മാസ്റ്റർ മഹാശയൻ വീട് വിട്ടിറങ്ങിയതെന്ന് നമുക്കറിയാം. ഇതെല്ലാം കണക്റ്റഡാണ്. ഈ ചോദ്യങ്ങളൊക്കെ പിന്നീട് വരുമ്പോഴും വചനാമൃതത്തിൻ്റെ സൃഷ്ടി തന്നെ ഇതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാകുന്നതാണ് എന്നുള്ള ഒരു ബോധം കൂടെ നമുക്ക് ഉണ്ടാവണം ഇത് വായിച്ചു പോകുമ്പോൾ. ഇനി അതുകൊണ്ട് ഇനി ഭാര്യയും ഭർത്താവും ആയതിന് ശേഷം എങ്ങനെ ഒരുമിച്ച് ഈശ്വര കാര്യങ്ങളിൽ ഏർപ്പെടും എന്ന് ചോദിച്ച പോലെ തന്നെ പ്രധാനമാണ്. ഇനി കുട്ടികളുണ്ടായി, ആ കുട്ടികൾ വളരുന്നു, അപ്പം മക്കൾ വളർന്നു വരുന്ന അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ എങ്ങനെ ഇതെല്ലാം കൂടെ ചേർത്ത് പിടിച്ചുകൊണ്ട്, ഈ കുടുംബത്തെ മുഴുവൻ ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരു ഗൃഹനാഥന് എങ്ങനെ ഈശ്വര കാര്യങ്ങളിൽ ശ്രദ്ധിക്കാൻ പറ്റും? അങ്ങനെയാണെങ്കിൽ ആ ഗൃഹനാഥൻ വീട് ഉപേക്ഷിച്ചു പോണോ? അങ്ങനെ പോകുകയാണെങ്കിൽ തന്നെ, അല്ലെങ്കിൽ വീട് ഉപേക്ഷിക്കുന്നില്ല, എന്നാൽ ഈശ്വരീയമായ ഒരു അന്തരീക്ഷം കിട്ടാൻ വേണ്ടി ഒരു ഗൃഹനാഥൻ സജ്ജനങ്ങളെ തേടി പോവുകയാണെങ്കിൽ ഈ സജ്ജനങ്ങളെ എങ്ങനെ തിരിച്ചറിയും? ഇങ്ങനെയുള്ള 10 ചോദ്യങ്ങൾ, ഇതിൻ്റെ ഈ 5 ചോദ്യത്തിൻ്റെ ഉപചോദ്യമായിട്ടൊരു 5 ചോദ്യം കൂടെ വരുന്നുണ്ട്. അങ്ങനെയാണ് 10 ചോദ്യം. ഞാൻ ആ ചോദ്യങ്ങൾ ഇവിടെ വിവരിക്കുന്നില്ല, കാരണം ചോദ്യത്തിലേക്കല്ല നമ്മളുടെ ഒരു സെഷൻ അങ്ങനെയല്ലല്ലോ പോകുന്നത്. അത് നമ്മൾ ഇതിൽ വായിച്ച് സമയമുണ്ടെങ്കിൽ പിന്നെ നമുക്കത് ചർച്ച ചെയ്യാം. ഇപ്പോൾ അപ്പോൾ ഇതാണ് ഈ ഭാഗത്തിൻ്റെ പ്രധാന ഫോക്കസ് പോയിന്റ്. ഇതിലേക്ക് എങ്ങനെ ഭഗവാൻ എത്തിച്ചേരുന്നു? ഈ 10 ചോദ്യങ്ങളുടെ ഉത്തരത്തിലേക്ക് ഭഗവാൻ എങ്ങനെ ആ ജയഗോപാലസേനൻ്റെ വീട്ടിലെ ആ ഗൃഹാന്തരീക്ഷത്തിലുള്ള വന്നിരിക്കുന്ന ഭക്തന്മാരെ എങ്ങനെ ഈ ചോദ്യങ്ങളുടെ ഉത്തരത്തിലേക്ക് നയിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് പ്രധാനം. അതായത് ഈ ഭാഗം എത്തുമ്പോഴേക്കും, ഈ ഭാഗത്തിലേക്ക് കിടക്കുമ്പോൾ, അതായത് ഈ മാസ്റ്റർ മഹാശയൻ 7-ാം അധ്യായം വൈകുന്നേരം 4 മണിയോടുകൂടി ശ്രീരാമകൃഷ്ണദേവൻ കേശവചന്ദ്രസേൻ്റെ കമലകുടീര എന്ന് പറയുന്ന വീട്ടിൽ പോയിരുന്നു. പിന്നെ അവിടുന്ന് 7 മണിയായപ്പോൾ 7 മണിക്ക് ജയഗോപാലസെന്നിൻ്റെ വീട്ടിൽ വന്നു. ഇനി അവിടെ നിന്നാണ് ബാക്കി കാര്യങ്ങൾ പറയുന്നത്. ജയഗോപാലൻ്റെ സെൻ്റെ വീട്ടിൽ വന്നു എന്ന് പറഞ്ഞിട്ട് ഭഗവാന്റെ അവിടുത്തെ ആ ജയഗോപാലസെന്നിൻ്റെ വീട്ടിൽ ഭഗവാൻ വന്ന് സ്വീകരണ മുറിയിൽ ഇരുന്ന് കഴിഞ്ഞപ്പോൾ, ഇരുന്ന് കഴിഞ്ഞ സന്ദർഭത്തിൽ മാസ്റ്റർ മഹാശയൻ 3 കാര്യങ്ങളാണ് മനസ്സിൽ വിചാരിക്കുന്നത്. 3 കാര്യങ്ങളാണ്. അതിലൊന്നാമത്തെ കാര്യം മാസ്റ്റർ മഹാശയൻ സ്വയം വിചാരിക്കുന്നത് ഇതിലെഴുതി. മാസ്റ്റർ മഹാശയൻ തന്നെ ഒരു ആത്മഗതം പോലെ ഇതിനകത്ത് സെൽഫ് ഇൻ്റർപ്രട്ടേഷൻ എന്ന് പറയുന്ന തരത്തിൽ ആ സംശയങ്ങളെ മാസ്റ്റർ മഹാശയൻ തന്നെ അവതരിപ്പിക്കുന്നുണ്ട് ഇവിടെ. എന്താണത്? ഒന്നാമത്തത്, ശ്രീരാമകൃഷ്ണദേവനെക്കുറിച്ച് ഈ ഭക്തന്മാർ എന്താണ് കരുതുന്നത്? അതാണ് മാസ്റ്റർ മഹാശയൻ ഒന്നാമത് ചിന്തിച്ചത്. ഈ ശ്രീരാമകൃഷ്ണദേവനെക്കുറിച്ച് ഈ ഭക്തന്മാരായ ആളുകൾ, ഇപ്പം ഇവിടെ ഈ കൂടിയിരിക്കുന്ന 5-8 പേർ മാത്രമല്ല, ഭഗവാനെ കാണാൻ വരികയും ഭഗവാനെക്കുറിച്ച് അറിഞ്ഞ് എത്തിയിട്ടുള്ളതുമായ അക്കാലത്ത് കൽക്കട്ടയിൽ ഉണ്ടായിരുന്ന ആളുകളെക്കുറിച്ചാണ്
മാസ്റ്റർ മഹാശയൻ ചിന്തിക്കുന്നത്. അവരെങ്ങനെയാണ് ശ്രീരാമകൃഷ്ണദേവനെ എന്താണ് കരുതുന്നത് ശ്രീരാമകൃഷ്ണദേവനെ കുറിച്ച്? ഇനി അവരെ വിട്, ഞാൻ എങ്ങനെയാണ് കരുതുന്നത്? മാസ്റ്റർ അങ്ങനെ ആലോചിച്ചു. ഞാൻ സ്വയം, മാസ്റ്റർ എങ്ങനെയാണ് ശ്രീരാമകൃഷ്ണദേവനെ കാണുന്നത്? മൂന്നാമത്തെ ഭാഗം വരുന്നത് സാക്ഷാൽ ഈശ്വരൻ തൻ്റെ മുന്നിൽ വന്നിരിക്കുന്നതും ഈ കൽക്കട്ടയിലേക്ക് കുതിരവണ്ടിയിൽ വരുന്നതും ഈ ജയഗോപാലസേൻ്റെ വീട്ടിൽ വരുന്നതും ദക്ഷിണേശ്വരത്തിരുന്ന് സംസാരിക്കുന്നതും കാളീക്ഷേത്രത്തിൽ ഇരിക്കുന്നതും വരുന്നതും പോകുന്നതും തന്നോട് ഓരോ കഥകൾ പറയുന്നതും ചോദിക്കുന്നതുമായ ഈ സാധാരണയിൽ സാധാരണക്കാരൻ എന്ന രൂപഘടനയിൽ തോന്നിപ്പിക്കുന്ന ഈ മനുഷ്യൻ, അത് തൻ്റെ മുന്നിലിരിക്കുന്ന ഈ മനുഷ്യൻ അവതാരമാണ് എന്നുള്ള സംശയരഹിതമായ ഒരവസ്ഥ തനിക്കുണ്ടാകുന്നുണ്ടോ? ഈ ഇരിക്കുന്ന ആൾ അവതാരമാണ് എന്ന് സംശയരഹിതമായ ഒരവസ്ഥ തനിക്കുണ്ടോ? അതായത് തന്നിലെ ആ സംശയം ഉണ്ടോ എന്നുള്ളതാണ് മാസ്റ്റർ മഹാശയൻ. ഇങ്ങനെ 3 കാര്യങ്ങളാണ് മാസ്റ്റർ മഹാശയൻ ജയഗോപാലസെന്നിൻ്റെ വീട്ടിലിരിക്കുന്ന ശ്രീരാമകൃഷ്ണദേവൻ്റെ മുന്നിൽ വന്നിരുന്നപ്പോൾ മാസ്റ്റർ മഹാശയൻ്റെ ഉള്ളിൽ ഉണ്ടായ 3 ചോദ്യങ്ങളല്ല, 3 അവസ്ഥകളാണ്, മാനസികാവസ്ഥ. അപ്പം നമ്മൾ ആ 3 അവസ്ഥയിൽ ആദ്യത്തെ അവസ്ഥയാണ് പറഞ്ഞത്, ശ്രീരാമകൃഷ്ണദേവനെക്കുറിച്ച് ഭക്തന്മാർ എന്ത് കരുതുന്നു. അത് വചനാമൃതത്തിൽ എന്താണ് അത് പറയുന്നത്? ശ്രീരാമകൃഷ്ണദേവൻ രാപ്പകൽ ഹരിപ്രേമത്തിൽ, ഈശ്വരപ്രേമത്തിൽ നിമഗ്നനായിട്ടാണ് കാണപ്പെടുന്നത്. ഈ ശ്രീരാമകൃഷ്ണദേവൻ വിവാഹിതനാണ്, കുടുംബമുണ്ട്, ഭാര്യയൊക്കെയുണ്ട്, മക്കളില്ലതേ ഉള്ളൂ, ഭാര്യയുണ്ട്. എന്നിട്ട് ധർമ്മപത്നിയുമായിട്ട് സാധാരണ സംസാര ജീവിതം ഒട്ടും നയിക്കുന്നുമില്ല. വിവാഹിതനാണെങ്കിലും ഒരു ലൗകിക മനുഷ്യന്റെ ജീവിതമല്ല അദ്ദേഹം നയിക്കുന്നത്. ഈ ധർമ്മപത്നിയെ തന്നെ പൂജിക്കുന്നു. അതാണ് മറ്റൊരു വിശേഷം. ധർമ്മപത്നി തന്നെ ഭജനത്തിലാണ്, അതേസമയം ധർമ്മപത്നിയെ തന്നെ പൂജിക്കുന്നുമുണ്ട്. ഈ ധർമ്മപത്നിയുമായിട്ട് ഈശ്വര കഥകളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എപ്പോഴും. അവർ തമ്മിൽ പരസ്പരം കാണുന്നുവെങ്കിൽ സംസാരിക്കുന്നത് ഈശ്വര കഥകൾ മാത്രമാണ്. മറ്റൊരു ലൗകിക കാര്യങ്ങളും അവർ തമ്മിൽ സംസാരിച്ചിട്ടേയില്ല. ഈശ്വര ഗാനങ്ങൾ കീർത്തിക്കും അവർ തമ്മിൽ ഒന്നിച്ച് കാണുകയാണെങ്കിൽ. അവർ തമ്മിലെന്നല്ല, ആര് തമ്മിൽ കണ്ടാലും ഭഗവാൻ സന്നിധാനത്തിൽ ആര് വന്നാലും ഇത്രയൊക്കെ നടക്കുകയുള്ളൂ. കപടമായിട്ട് ഒരു ബന്ധം പരസ്പരമില്ല. അതായത് കപടമായൊരു ബന്ധം സൂക്ഷിച്ചിട്ട് ഈശ്വര ഭക്തിയുടെ വേറൊരു ഘടനയിലേക്ക് പോകുന്നില്ല. അങ്ങനെ കാപട്യമില്ല ഈ ബന്ധത്തിൽ. ഈശ്വരനോടുള്ള ഈ ആഭിമുഖ്യത്തിൽ ദമ്പതികളായി ഇരിക്കുന്ന ഇവരുടെ ഉള്ളിൽ കാപട്യമില്ല. പിന്നെയോ, ഈശ്വരൻ മാത്രമാണ് സത്യം, മറ്റെല്ലാം അസത്യം എന്ന് ശ്രീരാമകൃഷ്ണദേവൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അതാണ് ഇവരോടുമൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്. പണം തൊടാനേ പറ്റുന്നില്ല. ആ ശരീരത്തിൽ പണം തൊടാൻ, ആ കൈകൊണ്ട് പണം തൊടാൻ പറ്റില്ല. സ്ത്രീകളെ തൊടാൻ പറ്റില്ല. ഇതിലേതെങ്കിലും ഒന്ന് തൊട്ടാൽ, സ്ത്രീയെ ആയാലും ശരി പണത്തെ ആയാലും, ഈ രണ്ടിലും തൊടാതെ ജീവിക്കേണ്ടി വരുന്ന ഒരു ഭർത്താവ് കൂടിയാണത്. സ്ത്രീയെയും തൊടാൻ പറ്റില്ല, പണത്തെയും തൊടാൻ പറ്റില്ല. അങ്ങനെ ഒരു പുരുഷനാണ് ശ്രീരാമകൃഷ്ണദേവൻ. അങ്ങനെ എങ്ങാനും
പണത്തിലാണ് അല്ലാതെ തൊടാൻ സാധ്യത ഉണ്ടായിട്ടുള്ളൂ. സ്ത്രീയെ തൊട്ടിട്ടേയില്ല. അപ്പോൾ പണത്തിലെങ്ങാനും തൊട്ടാൽ കിടന്ന് തിളച്ചുമറിയും. അതായത് പൊന്നോ പണമോ അതുപോലെ എന്തെങ്കിലും കയ്യിൽ തൊട്ടാൽ ഈ കൈയെല്ലാം കൂടെ കോച്ചി വലിക്കും, പ്രകൃതമൊക്കെ അങ്ങ് മാറും, ശ്വാസം നിലച്ച പോലെയാകും. ഒടുവിൽ അതെല്ലാം ദൂരെ മാറ്റിയാൽ മാത്രമേ പഴയ പടിയിലാവുള്ളൂ. ഇങ്ങനെയുള്ള ഒരാളാണ് തൻ്റെ മുന്നിലിരിക്കുന്നത്. അതായത് ഈശ്വരൻ മുന്നിലിരിക്കുന്നു എന്നുള്ളതിൻ്റെ സംശയത്തെയാണ് ദൂരീകരിച്ചുകൊണ്ട് വരുന്നത് മാസ്റ്റർ. അതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പാണ് ഈ പറഞ്ഞത്. ഇങ്ങനെയുള്ള ഒരാളാണ് തൻ്റെ മുന്നിൽ വന്നിരിക്കുന്നത്. രണ്ടാമത്തതോ, താൻ എങ്ങനെയാണ് യഥാർത്ഥത്തിൽ മാസ്റ്റർ ഭഗവാനെ കാണുന്നത്? തൻ്റെ സ്വയമേവ ശ്രീരാമകൃഷ്ണദേവനെ എങ്ങനെയാണ് മാസ്റ്റർ കാണുന്നത്? അതായത് ലൗകിക ജീവിതം ഉപേക്ഷിക്കേണ്ടതുണ്ട്. സ്വന്തമായിട്ടുള്ള ഒരു സംശയത്തിലേക്ക് വരികയാണ്. ഇതൊക്കെ മനസ്സിലാക്കി വരാൻ ഈശ്വരീയമായ എല്ലാ അവസ്ഥകളും ഒരു ഗൃഹസ്ഥാശ്രമിക്ക് മനസ്സിലാക്കണമെങ്കിൽ അയാൾ ആദ്യം ലൗകിക ജീവിതം ഉപേക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യമുണ്ടോ? അങ്ങനെ ലൗകിക ജീവിതമാണ് ഉപേക്ഷിച്ചിട്ടാണ് ഈശ്വര സാക്ഷാത്കാരത്തിന് സാധ്യമുള്ളൂ എങ്കിൽ പിന്നെ എഴുത്തും വായനയും പഠിച്ചിട്ട് എന്താണ് പ്രയോജനം? അങ്ങനെ പഠിക്കേണ്ട കാര്യമുണ്ടോ? പിന്നെ എല്ലാം ഉപേക്ഷിക്കാനാണെങ്കിൽ പിന്നെ പഠിക്കേണ്ട കാര്യമില്ലല്ലോ. ഇനി കല്യാണമേ കഴിക്കുന്നില്ല, അങ്ങനെയാണെങ്കിൽ പിന്നെ ഉദ്യോഗം നോക്കേണ്ട ഒരാവശ്യവുമില്ല. വിവാഹിതനാകുന്നു എന്നുള്ളത് ഔദ്യോഗികമായ എന്തെങ്കിലും വരുമാന മാർഗം കുടുംബത്തിലേക്ക് കൊണ്ടുവരാൻ ശേഷിയുണ്ടെങ്കിൽ മാത്രമേ വിവാഹം കഴിക്കാൻ പറ്റൂ. വിവാഹമേ വേണ്ടെന്ന് വെക്കുകയാണെങ്കിൽ പിന്നെ പണിയെടുക്കേണ്ട കാര്യമില്ലല്ലോ, ജോലി എടുക്കേണ്ട കാര്യമില്ല. കാരണം പിന്നെ മക്കളുണ്ടാകുന്നില്ല, മക്കളെ പുലർത്തേണ്ട പ്രശ്നമില്ല, ബാക്കി ഒന്നും അതിനോടനുബന്ധിച്ച് വരുന്ന ഒന്നും ആവശ്യമില്ല. അതേസമയം തൻ്റെ സ്വന്തം അവസ്ഥ എങ്ങനെയാണ്? താൻ ഇതൊക്കെ ചെയ്യാൻ ബാധ്യസ്ഥനാണ്. കാര്യം തനിക്ക് ഭാര്യയുണ്ട്, മക്കളുണ്ട്, അവരെ പുലർത്തേണ്ടതുണ്ട്. അങ്ങനെയുള്ള എൻ്റെ കഥ എന്താവും ഈ നേരത്തെ പറഞ്ഞ അവസ്ഥയിലാണെങ്കിൽ? ശ്രീരാമകൃഷ്ണദേവനുമായിട്ട് നോക്കുമ്പോൾ ശ്രീരാമകൃഷ്ണദേവൻ വിവാഹിതനാണ്, ശ്രീരാമകൃഷ്ണദേവൻ ഭാര്യയുണ്ട്, ശ്രീരാമകൃഷ്ണദേവൻ എങ്ങനെയാണ് എന്നുള്ള ആദ്യം കണ്ട് അതാണ് താനും സ്വീകരിക്കുന്നത്. താനും അങ്ങനെ തന്നെ സ്വീകരിക്കണം. അതേ അവസ്ഥയിലേക്ക് ആ അവസ്ഥയെ താനും സ്വീകരിക്കേണ്ട ആവശ്യമുണ്ടോ? അങ്ങനെ സ്വീകരിക്കുകയാണെങ്കിൽ തൻ്റെ കഥ എന്തായിത്തീരും? ഇന്നത്തെ അവസ്ഥയിൽ ഭാര്യയും മക്കളും കുടുംബമൊക്കെ ഇരിക്കുന്ന തൻ്റെ അവസ്ഥ ഇനി എന്തായിത്തീരും? അല്ലും പകലും ഹരിപ്രേമത്തിൽ മഗ്നനായിരിക്കാൻ യഥാർത്ഥത്തിൽ എനിക്കും ആഗ്രഹമുണ്ട്. ഉള്ളത് പറഞ്ഞാൽ എനിക്കും അതിനൊക്കെ ആഗ്രഹമുണ്ട്. ഇങ്ങനെ മുഴുവൻ സമയം ഹരിനാമം ജപിച്ചിരിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ശ്രീരാമകൃഷ്ണദേവനെ തന്നെ ദർശിക്കുകയും ഭജിക്കുകയും ചെയ്തിട്ടും ഞാൻ എന്താണ് ഈ ചെയ്യുന്നത്? എല്ലാ സന്ദർഭത്തിലും ശ്രീരാമകൃഷ്ണദേവനെ വന്ന് കാണുകയും ശ്രീരാമകൃഷ്ണദേവനെ ഭജിക്കുകയും ചെയ്യുന്ന താൻ എന്താണ് ഇപ്പോൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്? കാരണം സ്വയം ഒരു ആത്മവിമർശനത്തോടു കൂടി സ്വന്തം ഉള്ളിലേക്ക് മാസ്റ്റർ മഹാശയൻ തൻ്റെ ഉള്ളിലേക്ക് നോക്കുകയാണിത്. ഇത് മാസ്റ്റർ മഹാശയൻ നോക്കുകയല്ല വേണ്ടത്, ഇത് വായിക്കുന്ന നമ്മൾ നമ്മുടെ ഉള്ളിലേക്ക് ഇതേപോലെ തന്നെ നോക്കണം എന്നാണ് ഈ ഗ്രന്ഥം നമ്മെ പഠിപ്പിക്കുന്നത്. അദ്ദേഹം രാപ്പകൽ തൈലധാര പോലെ ഇടതടവില്ലാതെ ഈശ്വര ചിന്ത, അതായത് ശ്രീരാമകൃഷ്ണദേവനെ സംബന്ധിച്ചിടത്തോളം 24 മണിക്കൂർ ഉറക്കവുമില്ല, ഉണർന്നിരിക്കുന്ന സമയവും വ്യത്യാസമൊന്നുമില്ല. എല്ലാ സമയത്തും ഈശ്വര ചിന്ത മാത്രം. എന്നാൽ തൻ്റെ അവസ്ഥയോ രാപ്പകൽ വിഷയങ്ങളെപ്പറ്റി ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുക. കാര്യം സ്വാഭാവികമായി സ്കൂളിൽ അധ്യാപകനാണ്, സ്കൂൾ കാര്യങ്ങൾ നോക്കണം, വീട്ടിൽ ഭാര്യ, കുട്ടികൾ, കുടുംബം, കൂട്ടുകുടുംബം. ഇതിൻ്റെ ഒരു വൈഷമ്യത്തിലാണ് ഈ ഗ്രന്ഥരചനയുടെ തുടക്കം. നമ്മൾ നേരത്തെ കണ്ട പോലെ ഈ തുടക്കം വരാനുണ്ടായ കാര്യം ഈ കുടുംബവും എല്ലാം ഉപേക്ഷിച്ച് ജീവിതം തന്നെ ഉപേക്ഷിക്കാൻ തയ്യാറായി ഇറങ്ങി പുറപ്പെട്ട ഒരാളാണിത്. ആ ആളാണ് സ്വയം ചിന്തിക്കുന്നത്. ആ ആളുടെ ചിന്തകളാണ് ഈ പറയുന്നത്.
അപ്പം തൻ്റെ അവസ്ഥ എന്താണ്? രാപ്പകൽ ഇങ്ങനെ വിഷയങ്ങളെ പറ്റി ചിന്തിച്ച് ഒരു ചങ്ങല കൊണ്ട്, അതായത് കാലിൽ ഒരു ചങ്ങല ഇട്ട് മൂടിയ പോലെയാണ്. അപ്പോൾ ഈ അന്തരീക്ഷം ഒരു കാർമേഘം നിറഞ്ഞ അന്തരീക്ഷം പോലെയാണ് തങ്ങളുടെയൊക്കെ ജീവിതം. അതിൻ്റെ ഒരു മൂലയ്ക്ക് എവിടെയോ ഒരല്പം ചെറിയ ഒരു വെളിച്ചം, അത് ആ വെളിച്ചം എന്ന് പറയുന്നത് ശ്രീരാമകൃഷ്ണദേവന്റെ ദർശനം കൊണ്ട് കിട്ടുന്ന ഒരു ചെറിയ വെളിച്ചം. ബാക്കി മുഴുവൻ ഇരുണ്ട ഈ ഇഹലോകത്തിൽ, തൻ്റെ സംസാര ജീവിതത്തിൽ, തൻ്റെ കുടുംബ ബന്ധങ്ങളിൽ, തൻ്റെ ലൗകിക ബന്ധങ്ങളിലെല്ലാം ഒരു കാർമേഘം പോലെ ഉരുണ്ടുകൂടി നിൽക്കുകയാണ് ചുറ്റും. അതിൽ ചെറിയ ഒരു പ്രകാശം, ഒരറ്റത്തിങ്ങനെ ഒരു ചെറിയ പ്രകാശം ഉള്ളത്, അതാ ശ്രീരാമകൃഷ്ണദേവനെ ദർശിക്കുമ്പോൾ മാത്രം ലഭിക്കുന്ന ഒരു പ്രകാശമാണ്. ഇനിയിപ്പോൾ ജീവിത സമസ്യ എങ്ങനെയാണ് പൂരിപ്പിക്കേണ്ടത്? ഈ ഭഗവാന്റെ ഈശ്വരൻ്റെ സന്നിധാനത്തിൽ, ഈ ശ്രീരാമകൃഷ്ണദേവന്റെ സന്നിധാനത്തിൽ വന്നിരുന്ന താൻ ഈ ജീവിത സമസ്യയെ എങ്ങനെയാണ് ഇനി പൂരിപ്പിക്കേണ്ടത്, എന്താണ് താൻ ചെയ്യേണ്ടത് എന്ന് സ്വയം തൻ്റെ ഉള്ളിലേക്ക് നോക്കി മാസ്റ്റർ മഹാശയൻ ചിന്തിക്കുന്നത് മാസ്റ്റർ മഹാശയൻ ഇവിടെ എഴുതിയിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഇത് പിന്നീടാണ് എഴുതുന്നത്. നമുക്കറിയാമല്ലോ, ഈ ഗ്രന്ഥരചന വരുന്നത് ശ്രീരാമകൃഷ്ണദേവൻ്റെയൊക്കെ ദേഹത്യാഗത്തിന് ശേഷമാണ് യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഈ പൂർണ്ണ രൂപത്തിലുള്ള എഴുത്ത് വരുന്നത്. അത് ആ സന്ദർഭത്തിൽ 1902-ിലൊക്കെയാണ് ഈ ചിന്ത വരുന്നത്, ഈ എഴുതാനുള്ള ചിന്ത ആവശ്യം വരുന്നത്. ശ്രീരാമകൃഷ്ണദേവൻ 1886-ൽ ദേഹത്യാഗം ചെയ്ത ശേഷം 86-ൽ ദേഹത്യാഗം ചെയ്യുന്നു. ഇതിൻ്റെ രചനാകാലം വരുമ്പോഴേക്കും 1902 മുതൽ 32 വരെയുള്ള ഭാഗമാണ്. അപ്പോൾ 86 കഴിഞ്ഞ് 87, 88, 89, 90, പിന്നെ 10. അപ്പോൾ ഏതാണ്ട് 14-15 വർഷം, 16 വർഷങ്ങൾക്ക് ശേഷം റീകളക്ട് ചെയ്യുന്നതാണ് ഈ ഗ്രന്ഥം. ശ്രീരാമകൃഷ്ണദേവനുമായിട്ടിരുന്ന സന്ദർഭങ്ങളെ റീകളക്ട് ചെയ്ത് എഴുതുന്നതാണ്. ആ സന്ദർഭത്തിൽ അങ്ങനെ എഴുതുമ്പോൾ ഉണ്ടാകുന്ന ചില മാനസിക വ്യാപാരങ്ങളാണ് നമ്മൾ ഇതിൽ കാണുന്ന ഈ ആത്മപരിശോധനയുടെ ഭാഗങ്ങളൊക്കെ. ആ ചിന്തകളായിരുന്നു, അങ്ങനെയുള്ള ചിന്തകൾ ഉള്ള അവസ്ഥയിലായിരുന്നു താൻ ശ്രീരാമകൃഷ്ണദേവന്റെ സന്നിധിയിൽ എപ്പോഴും ഇരിക്കുന്നത്. അതിനുള്ള ഉത്തരം തേടലായിരുന്നു എന്ന് ഇനിയുള്ള മനുഷ്യരെ ബോധ്യപ്പെടുത്താനുള്ള ആ ശ്രമമാണ് ഈ ഗ്രന്ഥരചനയുടെ കാമ്പ് എന്ന് പറയുന്നത്. അങ്ങനെ വേണം ഈ ഭാഗങ്ങളെ നമുക്ക് കാണാൻ. അല്ലാതെ ഇതിപ്പോൾ ജയഗോപാലസന്റെ വീട്ടിൽ വന്നിരിക്കുമ്പോൾ തന്നെ ഇതെല്ലാം ഇങ്ങനെ തോന്നുന്നു എന്ന് പറയുന്ന പോലെയല്ല. കാര്യം അതിനുള്ള സമയമൊന്നുമില്ല. കാരണം ഭഗവാന്റെ സത്സംഗം നടക്കുകയാണ്. പിന്നീട് ഇതിനെ ഇൻ്റർപ്രറ്റ് ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് താൻ അങ്ങനെ അന്നത്തെ ദിവസം അവിടെ ചെന്നിരുന്നതും. 1902-ലാണ് ഇതിരുന്ന് ആലോചിക്കുന്നത്. അപ്പോൾ 1902-ൽ ഇതിങ്ങനെ ആലോചിക്കുമ്പോൾ 1883-ൽ ഞാനിങ്ങനെ ജയഗോപാൽസന്റെ വീട്ടിലിരുന്നതും ഭഗവാൻ അവിടെ വന്നിരുന്നതും സംസാരിച്ചതും ഇതിനെ റീകളക്ട് ചെയ്യാണ് ഇപ്പം. അതുകൊണ്ടാണ് ഇങ്ങനെ ഇത്തരം ഒരു സമസ്യയെ എഴുതാൻ പറ്റുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ചോദിച്ചത്, താൻ എങ്ങനെയാണ് തൻ്റെ ജീവിത സമസ്യയെ പൂരിപ്പിക്കാൻ ശ്രമിക്കുന്നത്? എന്നിട്ട് 3-ാം ഘട്ടത്തിലേക്ക് കിടക്കുമ്പോൾ എന്താണ്, നമുക്കിതുവരെ ഇതുപോലെ അവതാര പുരുഷൻ മുന്നിൽ വന്നിരിക്കുകയാണ്. നോക്കൂ, ആ കഴിഞ്ഞ 1882 മുതൽ 86 വരെയുള്ള ഏകദേശം 4-4.5 വർഷക്കാലം, ഹാർഡ്ലി ഒരു 5 വർഷം. ആ 5 വർഷത്തിനുള്ളിൽ ഭഗവാൻ അവതാര പുരുഷന്റെ മുന്നിലിരിക്കുകയായിരുന്നു താൻ. അങ്ങനെ അവതാര പുരുഷന്റെ മുന്നിലിരുന്ന തനിക്ക് ആ അവതാരത്തെ ബോധ്യപ്പെടാൻ സാധിച്ചിട്ടുണ്ടോ എന്ന് സ്വയം മാസ്റ്റർ മഹാശയൻ വിലയിരുത്തുന്നതാണ് ഇവിടെ. അദ്ദേഹം സ്വയം ചെയ്ത് കാണിച്ചു തന്നു. എന്നിട്ടും സന്ദേഹമോ? ഇനിയും സന്ദേഹമോ?
അദ്ദേഹം എല്ലാം സ്വയം ചെയ്ത് കാണിച്ചു തന്നു. എന്നിട്ടും ഇപ്പോഴും സന്ദേഹമോ? ഈ എന്നിട്ട് അതിൻ്റെ ഒരു മനുഷ്യകുലത്തിന് ഈ സംശയം ഒരിക്കലും വിട്ടുപോകില്ല എന്ന് മാസ്റ്റർ മഹാശയൻ ഇവിടെ തെളിയിച്ചു തരുന്നത് ചില ഉദാഹരണങ്ങൾ എടുത്തുകൊണ്ടാണ്. കാര്യം ഏതൊക്കെ കാലത്ത് ഈശ്വരൻ മനുഷ്യനായി അവതരിച്ചിട്ടുണ്ടോ ആ അവതാരകാലങ്ങളിലുള്ളവരെല്ലാം തന്നെ ഒരിക്കലും അവതാരത്തെ ബോധ്യപ്പെട്ടിട്ടില്ല, അവതാരത്തെ മനസ്സിലാക്കിയിട്ടില്ല, അവതാരത്തെ ഉൾക്കൊണ്ടിട്ടില്ല. അതാണ് മനുഷ്യൻ്റെ ഏറ്റവും വലിയ മായാബന്ധനം. തൻ്റെ മുന്നിലും ഇതാ ഒരു അവതാര പുരുഷൻ ഇരിക്കുന്നു. ആ അവതാര പുരുഷനെ തനിക്ക് മനസ്സിലാകുന്നുണ്ടോ? എന്നിട്ട് മാസ്റ്റർ മഹാശയൻ ഇതിനു മുൻപ് വന്ന അവതാരങ്ങളെ ഒന്ന് ആലോചിച്ചു നോക്കുക. ഇതേപോലെ മനുഷ്യകുലത്തിലേക്ക് ഇതിനു മുമ്പ് വന്ന അവതാരങ്ങൾ എന്തൊക്കെയായിരുന്നു, അവരെന്തൊക്കെയാണ് ചെയ്തത് എന്ന് മാസ്റ്റർ മഹാശയൻ ഒന്ന് റീകളക്ട് ചെയ്ത് നോക്കുകയാണ് പഴയ അവതാരങ്ങളെക്കുറിച്ച്. അപ്പോൾ ശ്രീരാമകൃഷ്ണദേവന് ഒരു 200 വർഷം മുമ്പ് ബംഗാളിൽ അവതരിച്ച അവതാരമാണ് ചൈതന്യ മഹാപ്രഭു നിമായി. നിമായിക്ക് എന്താണ് സംഭവിച്ചത്? നിമായും ഇതുപോലെ അവതാരമായിരുന്നു. ഇത് ശ്രീരാമകൃഷ്ണദേവൻ ജ്ഞാനാവതാരമായിരുന്നെങ്കിൽ ചൈതന്യ മഹാപ്രഭു തികച്ചും ഒരു സങ്കീർത്തനാവതാരമായിരുന്നു. നാമസങ്കീർത്തനം ഒരു രൂപം കൊണ്ടാൽ എന്താണ്? അതാണ് നാമസങ്കീർത്തനത്തിന് ഒരു മനുഷ്യ രൂപമുണ്ടെങ്കിൽ അതാണ് ചൈതന്യ മഹാപ്രഭു. കാര്യം അതൊരു നാമസങ്കീർത്തനമാണത്. ആ രൂപം തന്നെ നാമസങ്കീർത്തനമാണ്. അതിസുന്ദരൻ. മുഴുവൻ സമയവും സങ്കീർത്തനം മാത്രം. അപ്പോൾ ആലോചിച്ച് നോക്കുകയാണ്. മാസ്റ്റർ മഹാശയൻ തന്നെ അതൊന്ന് ആലോചിച്ചതാണ്. ആ ചൈതന്യ മഹാപ്രഭുവിന് എന്താണ് സംഭവിച്ചത്? ചൈതന്യ മഹാപ്രഭുവും ഇതേപോലെ തന്നെയാണ്. കല്യാണം കഴിച്ചു. വല്ലഭാചാര്യ എന്ന് പറയുന്ന ഒരു വളരെ സാധുവായ, വലിയ സാമ്പത്തിക ശേഷിയില്ലാത്ത ഒരു ആചാര്യൻ്റെ മകളായ ലക്ഷ്മി ദേവിയെ വിവാഹം ചെയ്യുന്നു. അപ്പോൾ ആ കുടുംബസ്ഥനാകുന്നു. എന്നിട്ട് എന്താണ് ചെയ്തത്? ഒരു ദിവസം ആ നാമസങ്കീർത്തനവുമായിട്ട് ചൈതന്യ മഹാപ്രഭു, അതായത് നിമായി ആണെന്ന് വിളിക്കുന്നത്, നിമായി ആ നാമസങ്കീർത്തനമായിട്ട് ഒരു ദിവസം ഇറങ്ങി അങ്ങ് പോകുന്നു വീട്ടിൽ നിന്ന്. കാരണം അവർക്ക് ഈ ബന്ധങ്ങളെക്കുറിച്ചോ ഈ സാഹചര്യങ്ങളെക്കുറിച്ചോ ഒന്നും അവരുടെ ഉള്ളിൽ തെളിയുന്നതേയില്ല. അവർ അങ്ങനെ ആ നാമസങ്കീർത്തനമായിട്ട് ഒരു ദിവസം ഒരു സുപ്രഭാതത്തിൽ നാമസങ്കീർത്തനവുമായിട്ട് ആ ഗംഗയുടെ കരയിലൂടെ അവരങ്ങ് നടന്നുപോയി. എവിടേക്കോ തീർത്ഥാടനങ്ങൾ പോയി. അപ്പോൾ ഭർത്താവ് പോയി കഴിഞ്ഞപ്പോൾ ആ വിരഹദുഃഖം മൂത്ത് ഇനി ഒരിക്കലും തൻ്റെ ഭർത്താവിനെ തനിക്ക് കാണാനേ കഴിയില്ലല്ലോ എന്നുള്ള ആ വ്യാധിയോടുകൂടി ലക്ഷ്മി ദേവി അന്തരിക്കുക. ഇതൊന്നും ഇറങ്ങിപ്പോയ നിമായി അറിയുന്നതേയില്ല. വളരെ കാലം കഴിഞ്ഞ് നിമായി തിരിച്ചു വരികയാണ് നവദ്വീപിലേക്ക്. നവദ്വീപാണ് നിമായിയുടെ സ്വദേശം, ബംഗാളിലെ. ആ നവദ്വീപിലേക്ക് തിരിച്ചു വരികയാണ്. തിരിച്ചു വരുമ്പോൾ ചുറ്റും സങ്കീർത്തനവുമായിട്ട് ആളുകളൊക്കെ ഉണ്ട്, ഗാനങ്ങൾ ആലപിച്ചുകൊണ്ട് ആളുകളൊക്കെ ഉണ്ട്. ഈ നിമായി തിരിച്ചു വരുമ്പോൾ വീട്ടിൽ വന്നപ്പോൾ നിമായി ഇതൊന്നും അറിയുന്നില്ല. അമ്മയുടെ അടുത്ത് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അമ്മ എന്താ പറയണ്ടേന്ന് അറിയാതിരിക്കുകയാണ്. കാര്യം ഭാര്യ മരിച്ചു എന്നുള്ള കാര്യം നിമായി അറിഞ്ഞിട്ടില്ല. അവസാനം നിമായിയോട് പറയാണ്, നിന്റെ ഭാര്യ മരിച്ചുപോയി, നീ പോയപ്പോൾ വിരഹദുഃഖം കൊണ്ട് നിന്റെ ഭാര്യ മരിച്ചു. ഒരു നിമിഷം ഒന്ന് നിശ്ചലനായ ശേഷം ആ ജീവിതത്തിൽ അങ്ങനെ ഒരു അതങ്ങ് ബാധിക്കുന്നതേയില്ല. കാര്യം അവിടെ ഈശ്വരചിന്ത മാത്രമേ ഉള്ളൂ. മറ്റൊന്നും ലൗകികമായ ഒരു ബന്ധങ്ങളും ആ നിമായിയെ ബാധിച്ചിട്ടേയില്ല. അതൊക്കെ ആ ലൗകികമായ ചില വിക്രിയകളാണ്, അല്ലെങ്കിൽ അതിൻ്റേതായ ഒരു സ്വാഭാവികമായ സംഭവങ്ങളാണെന്നുള്ള മട്ടിലാണ് ആ ചൈതന്യ മഹാപ്രഭു വീണ്ടും ലോകത്തിൻ്റെ നടുവിലേക്ക് ഇറങ്ങുന്നത്. അങ്ങനെ ഒരു ഈശ്വരാവതാരം ഈ ബംഗാളിൽ ഉണ്ടായിട്ട് അതിനെ മനസ്സിലാക്കാൻ നമുക്ക് പറ്റുമോ? മാസ്റ്റർ മഹാശയൻ്റെ ചിന്തയാണ് ഇതൊക്കെ വരുന്നത്. ഇനി അത് വേണ്ട, ലോകത്ത് മറ്റൊരു ഉദാഹരണം. 25 കൊല്ലത്തോളം
കപിലവസ്തുവിൽ രാജകുമാരനായി ജീവിച്ച, അത് കഴിഞ്ഞ് യശോധര എന്ന് പറയുന്ന രാജകുമാരിയെ വിവാഹം ചെയ്ത, അതിൽ രാഹുലൻ എന്ന് പറയുന്നൊരു മകനുണ്ടായ സിദ്ധാർത്ഥ രാജകുമാരൻ. സിദ്ധാർത്ഥ രാജകുമാരൻ എന്ത് സംഭവിച്ചു? ഒരു ദിവസം ഇറങ്ങി അങ്ങ് പോയി. അപ്പം ഈ ഇറങ്ങിപ്പോക്കാണ്. അവർ ജീവിതത്തിൽ നിന്ന് ഇങ്ങനെ ഒരു സുപ്രഭാതത്തിൽ ഇറങ്ങി അങ്ങ് പോവുകയാണ്. ആ ബുദ്ധനെ നമ്മുടെ ലോകം മനസ്സിലാക്കിയോ? അത് ആ ജ്ഞാനമാർഗത്തിലൂടെ ആ ബോധമണ്ഡലത്തിൽ ഇരുന്നു കൊണ്ട് മനുഷ്യകുലത്തിന് വേണ്ടി ആ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയ ബുദ്ധനെ നമുക്ക് മനസ്സിലായോ? സ്വയം മാസ്റ്റർ മഹാശയൻ ഇങ്ങനെ ആലോചിക്കുകയാണ്. ഇനി ഇതൊന്നുമല്ല, യേശുക്രിസ്തുവിനെ കുറിച്ചും മാസ്റ്റർ മഹാശയൻ ചിന്തിക്കുന്നു. കാരണം ബൈബിളുമായി വളരെ ബന്ധപ്പെട്ട ഒരു കാലഘട്ടമാണല്ലോ ബംഗാളിൽ ആ ഘട്ടം. അതുകൊണ്ട് യേശുക്രിസ്തുവിനെ കുറിച്ച് ആലോചിക്കുന്നു. യേശുക്രിസ്തു എന്താണ് സംഭവിച്ചത്? യേശുക്രിസ്തുവിനും ഇത് തന്നെയാണ് സംഭവിച്ചത്. 12ാമത്തെ വയസ്സിൽ, അത് പിന്നെ ഈ മേൽപ്പറഞ്ഞ രണ്ടുപേരും വിവാഹിതരായിരുന്നു. ക്രിസ്തുവിനെ സംബന്ധിച്ച് വിവാഹം എന്നുള്ളൊരു ഘട്ടം ഇല്ലായിരുന്നു. കാരണം 12 വയസ്സിലേ പോയി. സ്വന്തം അമ്മയും അച്ഛനും ഒരുമിച്ച് പള്ളിയിൽ പോയ സമയത്ത് ആ വലിയ തീർത്ഥാടക സംഘം നടന്നുപോയി പള്ളിയിൽ പോയ സന്ദർഭത്തിൽ പെട്ടെന്ന് വഴിയിൽ വെച്ച് തൻ്റെ മകനെ കാണാതെ പോകുന്നു മറിയ. ജോസഫും മറിയം നോക്കിയപ്പോൾ മകൻ തങ്ങളുടെ കൂടെയില്ല. അപ്പം ഈ തീർത്ഥാടക കൂട്ടായ്മയിൽ എവിടെയോ ഉണ്ടായിരിക്കും എന്ന് ധരിച്ചാണ് അവർ മടക്കയാത്ര നടത്തിയത് വീട്ടിലേക്ക്. അപ്പോഴാണ് മനസ്സിലായത് തങ്ങളുടെ മകൻ ബാലനായ, വെറും 12 വയസ്സേ ഉള്ളൂ. അപ്പം 12 വയസ്സായ മകനെ കാണാനില്ല. തിരിച്ചവർ യെരുശലേം പള്ളിയിലേക്ക് പോവുകയാണ്. പള്ളിയിൽ അവിടെ ചെന്നപ്പോൾ കാണുന്നത് പണ്ഡിതന്മാരുമായിട്ട് തർക്കിച്ചുകൊണ്ട് നിൽക്കുന്ന, അല്ലെങ്കിൽ വാദപ്രതിവാദം നടത്തിക്കൊണ്ടിരിക്കുന്ന ബാലനായ യേശു ക്രിസ്തുവിനെയാണ്. അന്ന് മറിയ മകനെ വിളിക്കുന്നുണ്ട്. അപ്പോൾ യേശു ക്രിസ്തു തിരിച്ചു ചോദിച്ചത്, അതായത് അമ്മ ആരാണെന്ന് യേശു ക്രിസ്തുവിന് മനസ്സിലാകുന്നില്ല. കാരണം ആ സമയമായപ്പോഴേക്കും അതങ്ങ് സംഗതി മാറിക്കഴിഞ്ഞിരിക്കുന്നു. മകൻ അമ്മ എന്നുള്ള ബന്ധം അപ്പോഴേ ആ ആളിൽ നിന്ന്, ആ 12ാം വയസ്സിൽ നിന്ന് തന്നെ മറഞ്ഞു പോയി കഴിഞ്ഞിരിക്കുന്നു. പിന്നീട് എങ്ങോട്ടെന്നില്ലാതെ ലോകത്തേക്ക് പോയ ഒരു ക്രിസ്തുവിനെയാണ് പിന്നെ കാണുന്നത്. പിന്നെ കാണുന്നതേ ഇല്ല. ആ അമ്മയും അച്ഛനും കാണാത്ത പോലെ ലോകവും പിന്നെ കണ്ടില്ല. മറിയയും കണ്ടില്ല, ജോസഫും കണ്ടില്ല മകനെ. ആ മകനെ പിന്നെ ലോകവും കണ്ടില്ല. പിന്നീട് അമ്മ കാണുന്നത് കാനായിലെ വിവാഹ നാളിൽ വെച്ചാണ്. കാനായിൽ ദേശത്ത് ഒരു കല്യാണം നടക്കുമ്പോൾ ആ കല്യാണത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന അമ്മ മറിയ അറിയുന്നു തൻ്റെ മകൻ ആ കല്യാണ പന്തലിലേക്ക് വന്നിട്ടുണ്ടെന്ന്. അപ്പോഴാണ് അമ്മ മകനെ കാണുന്നത്. അപ്പോൾ 12 വയസ്സിൽ കൈവിട്ടു പോയ മകൻ 30ാമത്തെ വയസ്സ്, 30-31 വയസ്സായപ്പോഴാണ് ഈ കാനായിൽ വെച്ച് അമ്മയും മകനും വീണ്ടും കണ്ടുമുട്ടുന്നത്. ഏതാണ്ട് 20 വർഷങ്ങൾക്ക് ശേഷമാണ് അമ്മയും മകനും വീണ്ടും കണ്ടുമുട്ടുന്നത്. അവിടെ ആ മാതാവ് മകനോട് ആവശ്യപ്പെട്ടത് ഇത്ര മാത്രമാണ്: ഈ വിവാഹ പന്തലിൽ അവർക്ക് കഴിക്കാനുള്ള വീഞ്ഞ് തീർന്നുപോയി എന്ന് പറഞ്ഞപ്പോൾ അവിടെ വെച്ചാണ് വെള്ളം വീഞ്ഞാക്കിക്കൊണ്ട് ക്രിസ്തു വീണ്ടും തൻ്റെ രംഗപ്രവേശം നടത്തി. ഈ ലോകത്തിലേക്കുള്ള രംഗപ്രവേശം നടത്തുന്നത് ക്രിസ്തു അവിടെ വെച്ചാണ്. ആ ക്രിസ്തുവിനെ അന്ന് ആരെങ്കിലും മനസ്സിലാക്കിയിരുന്നോ എന്ന് മാസ്റ്റർ മഹാശയൻ ആലോചിക്കുകയാണ്. ഇത് മാസ്റ്റർ മഹാശയൻ്റെ ചിന്തകളാണ്. ഇവിടെ ഭഗവാന്റെ മുന്നിലിരുന്ന്, അല്ലെങ്കിൽ ശ്രീരാമകൃഷ്ണദേവനെക്കുറിച്ച് മാസ്റ്റർ മഹാശയൻ ആലോചിക്കുമ്പോൾ മുൻ അവതാരങ്ങളെക്കുറിച്ച് ആലോചിച്ചു പോകുന്നതിൻ്റെ ഒരു ഘട്ടമാണിത്. അന്ന് ആരെങ്കിലും ക്രിസ്തുവിനെ തിരിച്ചറിഞ്ഞിരുന്നു? ഇതാണ് വീണ്ടും ചോദിക്കുന്നത്. എന്നിട്ട് ഇവിടെ മാസ്റ്റർ മഹാശയൻ ഒരു കൺക്ലൂഷനിൽ എത്തുന്നുണ്ട്. ദുർബലരായവരാണ് നമ്മളെല്ലാം, വെറും ദുർബലരാണ്. പ്രേമോന്മാദം എന്ന് പറയുന്നത് നമുക്കുണ്ടായിട്ടേയില്ല. നമുക്ക് ഭക്തി ഉണ്ടെന്നുള്ള തോന്നൽ മാത്രമാണ്. ഭക്തി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഈശ്വരനോടുള്ള പ്രേമം കൊണ്ട് ഉന്മാദം വരണം, ബാക്കിയെല്ലാം വിട്ടുപോകണം. അപ്പോഴാണ് യഥാർത്ഥത്തിൽ ഭക്തിയാവുന്നുള്ളൂ. അങ്ങനെ
ആ പ്രേമോന്മാദം ഉണ്ടാകാത്തവരാണ് നമ്മൾ. അതുകൊണ്ടാണ് നമ്മൾ സംസാരത്തിൽപ്പെട്ടവർ എന്ന് പറയുന്നത്. നമ്മുടെ കാലിൽ ചങ്ങല ചുറ്റിയവരാണ്. അങ്ങനെയുള്ളവർക്ക് എന്താണ് ഒരു ഉപായം? അവിടെയാണ് ശ്രീരാമകൃഷ്ണ അവതാരത്തിൻ്റെ മഹത്തരമായ ആ സാഹചര്യത്തിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോവുകയാണ് മാസ്റ്റർ മഹാശയൻ. അതിനുള്ളൊരു പശ്ചാത്തലമായിരുന്നു ഇത്രയും നേരം പറഞ്ഞത്. ഇത്രയും പറഞ്ഞ് അത് നമ്മുടെ മനസ്സിൽ ഉറച്ച ശേഷം മാത്രമേ ഈ ശ്രീരാമകൃഷ്ണ ദേവനിലേക്ക് നമുക്ക് എത്താൻ പറ്റുള്ളൂ. ഈ പ്രേമമഗ്നനായ വൈരാഗി എന്താണ് പറയുന്നതെന്ന് കേൾക്കാം. പ്രേമമഗ്നനായ വൈരാഗി, ഇത്രയും പറഞ്ഞു വച്ച ആ ഘടകങ്ങളെല്ലാം ഒത്തുചേർന്ന ഈ പ്രേമമഗ്നനായ വൈരാഗി എന്താണ് പറയുന്നതെന്ന് കേൾക്കാം എന്ന് പറഞ്ഞാണ് ശ്രീരാമകൃഷ്ണദേവൻ്റെ തുടർന്നുള്ള നേരത്തെയുള്ള ആ നമ്മൾ ഈ തുടക്കത്തിൽ പറഞ്ഞ 10 ചോദ്യങ്ങൾ, ആ 10 ചോദ്യങ്ങളുടെ ഉത്തരങ്ങളിലേക്ക് കിടക്കുന്നത്. ഇവിടെയാണ് ആ തുടക്കം വരുന്നത്. അപ്പോൾ ഇവിടെ ശ്രീരാമകൃഷ്ണദേവനെ സംബന്ധിച്ചിടത്തോളം ശ്രീരാമകൃഷ്ണദേവൻ ഇവിടെ ഈ പറഞ്ഞു കൊടുക്കും, ഇവരുമായിട്ട് പങ്കിടുന്ന ചില കാര്യങ്ങളിലൊരു രസകരമായ ചില കാര്യങ്ങളുണ്ട്. ശ്രീരാമകൃഷ്ണദേവൻ വെറുതെ ഇവർ ചോദ്യങ്ങൾ ഇത്തരം 10 ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നതിനിടയിൽ ചിലപ്പോൾ ഉത്തരം പറഞ്ഞു കൊടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. ബുദ്ധിമുട്ടെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അത് പറഞ്ഞു കൊടുക്കുന്നത് എഫക്റ്റീവ് ആകില്ല. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ശ്രീരാമകൃഷ്ണദേവൻ ഉടൻ പറയുന്നത് എന്താണെന്ന്, ഈ പാട്ടൊന്ന് കേട്ടോളൂ എന്ന് പറയും. ശ്രീരാമകൃഷ്ണദേവന് ഏറ്റവും മനോഹരമായി ഗാനം ആലപിക്കുന്ന ആളാണ് ശ്രീരാമകൃഷ്ണദേവൻ. അത്ര മനോഹരമാണ്, അലൗകികമായ ഒരു വലിയ ഒരു വലിയ സംഗീതധാരയാണ്. അത് വിവരിക്കുന്നുണ്ട് അതിനെക്കുറിച്ച്, ആ സംഗീതത്തെക്കുറിച്ച്. ശ്രീരാമകൃഷ്ണദേവൻ്റെ പുരുഷൻ്റെ ശബ്ദമാണോ സ്ത്രീയുടെ ശബ്ദമാണോ എന്നൊന്നും നമുക്ക് വേർതിരിച്ചറിയാൻ പറ്റില്ല. അതൊരു വല്ലാത്ത അതിസുന്ദരമായ ഒരു സംഗീതമാണ്. എത്രയും മനോഹരമായ ഒരു സംഗീത ഉപകരണത്തിലൂടെ, ഒരു വീണയിലൂടെ എങ്ങനെ വീണയിൽ വരുന്നത് പുരുഷ ശബ്ദമാണോ സ്ത്രീ ശബ്ദമാണോ എന്ന് നമുക്ക് വേർതിരിച്ചറിയാം. അതിൽ സംഗീതം മാത്രമാണുള്ളത്. വയലിൻ വായിക്കുമ്പോൾ വയലിൻ്റെ പുരുഷ ശബ്ദമാണോ സ്ത്രീ ശബ്ദമാണോ എന്ന് വയലിൻ വേർതിരിച്ചറിയേണ്ട കാര്യം. അത് അപ്പം സംഗീതം എന്ന് പറയുന്നതിന് പുരുഷ ശബ്ദവുമില്ല സ്ത്രീ ശബ്ദവുമില്ല. അതാണ് ശ്രീരാമകൃഷ്ണദേവൻ്റെ സംഗീതം. ഒരു വീണയിലൂടെ എങ്ങനെ കേൾക്കുന്നു, ഒരു വയലിലൂടെ എങ്ങനെ കേൾക്കുന്നു, അല്ലെങ്കിൽ ഒരു ഓടക്കുഴൽ. ശ്രീകൃഷ്ണൻ്റെ കയ്യിലാണ് ഓടക്കുഴൽ ഇരിക്കുന്നത്. ഓടക്കുഴലിൽ വരുന്ന നാദം സ്ത്രീനാദമാണോ പുരുഷനാദമാണോ? അങ്ങനെ ഒന്നും വേർതിരിക്കാൻ പറ്റില്ല. സംഗീതത്തെ പുരുഷനെന്നും സ്ത്രീ എന്നും പറഞ്ഞ് രണ്ടായി വേർതിരിക്കാനേ പറ്റില്ല. രണ്ടും, സംഗീതത്തിന് സ്ത്രീ പുരുഷൻ എന്നുള്ള വ്യത്യസ്തമില്ല ആ ശബ്ദധാരയ്ക്ക്. ഇതാണ് ശ്രീരാമകൃഷ്ണദേവൻ്റെ ശബ്ദധാര. അതാണ് ശ്രീരാമകൃഷ്ണദേവൻ്റെ ഇതിനകത്ത് ഉടനീളം സംഗീതത്തിലൂടെ പലതും പറയാൻ ശ്രമിക്കുന്നുണ്ട് ശ്രീരാമകൃഷ്ണദേവൻ. ഒരെണ്ണം പറഞ്ഞു വന്നപ്പോൾ പറഞ്ഞ രസകരമായ ഒരു പാട്ടിൻ്റെ ഇത് പറയുന്നുണ്ട്. ആ പാട്ടല്ല ഞാൻ പറയുന്നത്, അതിൻ്റെ ഉള്ളടക്കത്തെക്കുറിച്ച് പറയാം. പാട്ട് ഇതിനകത്തുണ്ട്. ആ പാട്ടിൻ്റെ ഉള്ളടക്കം ഇതാണ്: ബ്രഹ്മാവും വിഷ്ണുവും പോലും മായാമോഹത്തിൽ പെട്ടുപോയവരാണ്. നമ്മൾ ലൗകികരായ മനുഷ്യരെ ഉപദേശിക്കുകയാണെന്നുള്ളത് മനസ്സിൽ കാണണം. അപ്പോൾ ആ ലൗകികരായ നമ്മളോട് ശ്രീരാമകൃഷ്ണദേവൻ ഒരു ഗാനത്തിൻ്റെ രൂപത്തിൽ പറയുകയാണ്, നിങ്ങളൊട്ടും ഭയപ്പെടണ്ട, കാരണം ബ്രഹ്മാവും വിഷ്ണുവും പോലും മായാബന്ധനത്തിൽ പെട്ടുപോയവരാണ്. അപ്പോൾ പിന്നെ മനുഷ്യരുടെ കാര്യം പറയേണ്ടതുണ്ട്. കാരണം ഈ പരമശിവന്റെ വാമഭാഗത്ത് നിന്നാണ് വിഷ്ണു ഉത്ഭവിക്കുന്നത്. വിഷ്ണുവിനോട് പരമശിവൻ പറഞ്ഞത് തപസ്സനുഷ്ഠിക്കൂ എന്നാണ്. ആ തപസ്സനുഷ്ഠിച്ച് ജലശയ്യയിലായിപ്പോയി. അങ്ങനെ ജലശയ്യയിൽ ആമഗ്നനായിപ്പോയ വിഷ്ണുവിൻ്റെ പൊക്കിളിൽ നിന്നാണ് താമര വിടർന്ന്
അതിൽ ബ്രഹ്മാവ് ഉത്ഭവിക്കുന്നത്. ബ്രഹ്മാവ്, ആ താമരയിതളിൽ ഇരുന്ന ബ്രഹ്മാവ് പിന്നീട് ആ ഈശ്വരീയ ഭാവത്തെ അന്വേഷിച്ചിറങ്ങുകയാണ് ആ താമരത്തണ്ടിലൂടെ. എത്രയൊക്കെ അന്വേഷിച്ചിറങ്ങിയിട്ടും അതിൻ്റെ ആദ്യവും അവസാനവും കണ്ടെത്താനേ പറ്റുന്നില്ല. കാര്യം വിഷ്ണുവിനെ കണ്ടെത്താനായിട്ടുള്ള ബ്രഹ്മാവിൻ്റെ ശ്രമം പരാജയപ്പെടുകയാണ്. കാര്യം അതിന് അവസാനമില്ല. ആ താമരത്തണ്ടിലൂടെ ബ്രഹ്മാവ് സഞ്ചരിക്കുകയാണ് കണ്ടുപിടിക്കാനായിട്ട്. പക്ഷെ സാധ്യമേ ആകുന്നില്ല. അങ്ങനെയാണ് വീണ്ടും ബ്രഹ്മാവിനോടും ഉപദേശിക്കുന്നത് തപസ്സനുഷ്ഠിക്കാൻ. അപ്പം ഈ തരത്തിൽ ബ്രഹ്മാവിഷ്ണു പോലും മായാബന്ധനത്തിൽപ്പെട്ട് പോകത്തക്ക സാഹചര്യത്തിൽപ്പെട്ടവരാണ്. അവർക്ക് പോലും ദീർഘമായ തപസ്സാണ് അവരെ അതിൽ നിന്ന്, ആ മായാബന്ധനത്തിൽ നിന്ന് അവരെ മോചിപ്പിക്കാൻ പരമേശ്വരൻ ഉപദേശിക്കുന്നത് തപസ്സാണ്. അപ്പം പിന്നെ മനുഷ്യൻ്റെ കാര്യം അവരോട് പോലും അങ്ങനെയാണ് പറയേണ്ടി വരുന്നതെങ്കിൽ മനുഷ്യൻ്റെ കാര്യം എന്താണ്? ഇത് ശ്രീരാമകൃഷ്ണദേവൻ വളരെ സിമ്പിളായ 1 or 2 വരികളിലുള്ള ഗാനത്തിലൂടെയാണ് ഈ വലിയ അർത്ഥം പുറത്തു കൊണ്ടുവരുന്നതെന്നും കൂടെ ആലോചിക്കണം. എന്നിട്ട് അതിന് ഒരു സപ്പോർട്ടിങ് ഫാക്ടർ, ഈ മനുഷ്യൻ ഇതിന് അശക്തനാണ് എന്ന് പറയുന്നതിന് ലൗകികമായ ഒരു ഉദാഹരണം കൂടെ ആ ഗാനത്തിൽ പറയുകയാണ്. എന്താണെന്ന് വെച്ചാൽ, ഒരു തോട്, ആ തോടിൻ്റെ അറ്റത്ത് ഒരു ഒറ്റാല് വെച്ചിട്ടുണ്ട്, ഈ മീൻ പിടിക്കാനുള്ള കൂട പോലത്തെ ഒരു ഒറ്റാല്. അപ്പം ഈ തോട്ടിൽ കളിച്ച് ഇങ്ങനെ രസിച്ച് നടക്കുന്ന മീനിന് അറിയില്ല ഈ തോടിൻ്റെ അറ്റത്തിരിക്കുന്നത് ഒരു ഒറ്റാലാണെന്ന്. ആ പാവം കുഞ്ഞുമീൻ ഈ തോട്ടിനകത്ത് ഇങ്ങനെ ഈ ചാല് വെട്ടി, അതായത് പ്രപഞ്ചമാകുന്ന മഹാസാഗരം പോലെ ഇരിക്കുന്ന ജലാശയത്തിൽ നിന്നാണ് ഈ തോട് വെട്ടി ഒറ്റാല് വെച്ചിരിക്കുന്നത്, കെണി പിടിപ്പിച്ചിരിക്കുക, കെണി. അപ്പം ഈ മഹാജലാശയത്തിൽ നിന്ന് ഒരു തോട് വെട്ടി അവിടെ ഒറ്റാല് പിടിപ്പിച്ചപ്പോൾ ആ മഹാജലാശയത്തിൽ സ്വതന്ത്രമായി വിഹരിക്കാൻ കഴിയുമായിരുന്ന ആ കുഞ്ഞുമീൻ തുള്ളിച്ചാടി ഈ ചാലിൽ കൂടെ വന്ന് ഈ ഒറ്റാലിൽ ചെന്ന് പെടും. അതിൻ്റെ വിചാരം എന്തോ രസകരമായ എന്തിലേക്കോ താൻ പോവുകയാണെന്നുള്ള. ഈ അത് നിന്നിരുന്നത് ആലോചിക്കണം. ആദ്യം നിന്നത് മഹാജലാശയത്തിലാണ്. അവിടെ അതിനെ കെണിയിൽപ്പെടുത്താൻ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ആ മഹാജലാശയത്തിൽ നിന്ന് ഈ ഇടുങ്ങിയ ചാലിലൂടെ തുള്ളിച്ചാടി വന്ന് ഈ ഒറ്റാലിപ്പെട്ടു. ഇതാണ് മനുഷ്യൻ്റെ അവസ്ഥ. രണ്ടാമത് ശ്രീരാമകൃഷ്ണദേവൻ ഒരു ഉദാഹരണം ഈ കവിതയിൽ പറയുന്നത് പട്ടുനൂൽ പുഴുവിൻ്റെ കാര്യമാണ്. നമുക്ക് പട്ടുനൂൽ പുഴു ഇങ്ങനെ അതിൻ്റെ അത് തന്നെ, ആ കൂട് തന്നെ, അത് ആ പട്ടുനൂൽ ഉൽപ്പാദിപ്പിക്കുന്നത് കൊണ്ട് തന്നെയാണ് അതിൻ്റെ ആ കൂട് മെനയുന്നത്. അവസാനം എന്താണ് സംഭവിക്കുന്നത്? ഈ പട്ടുനൂൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഈ കൂട് കൂടെ എടുത്തുകൊണ്ട് പോവുകയാണ് ചെയ്യുന്നത്. അതോടുകൂടി പട്ടുനൂൽ പുഴു സിദ്ധി, അതിൻ്റെ കൂട് തന്നെ അതിൻ്റെ കെണിയായി മാറുകയാണ്. പട്ടുനൂൽ പുഴു അതിൻ്റെ കെണി, അതിൻ്റെ കൂട് തന്നെയാണ്. നമ്മുടെ, അതായത് ഈ സംസാര ജീവിതത്തിൽപ്പെട്ട മനുഷ്യൻ്റെ ഈ സംസാര ജീവിതം എന്ന് പറയുന്നതാണ് ഈ അനന്ത ഈശ്വര സമാനമായ ഈ അനന്ത പ്രപഞ്ചത്തിൽ നിന്ന് ഈ സംസാരമാകുന്ന ചാലിൽ കൂടെ വന്ന് ഗൃഹമാകുന്ന ഈ ഒറ്റാലിലേക്ക് നമ്മൾ ചാടി വീഴും. അല്ലെങ്കിൽ പട്ടുനൂൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഒരു ഗൃഹമായി മാറുന്നതിനകത്തേക്ക് ഈ പുഴു എങ്ങനെ വന്നു ചാടി? അങ്ങനെ ഈ ഗൃഹം തന്നെ ഈ പുഴുവിനെയും, ഈ ഗൃഹം തന്നെ ഈ ഒറ്റാൽ തന്നെ ഈ മീനിനെയും പിടിച്ചത്. ഇതാണ് ഗൃഹാന്തരീക്ഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ, അല്ലെങ്കിൽ ഈ ലൗകിക സംസാര ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥ എന്ന് അതിമനോഹരമായിട്ടാണ് ഈ കവിതയിലൂടെ, ഇവിടുത്തെ ആദ്യത്തെ കവിതയിലൂടെ ശ്രീരാമകൃഷ്ണദേവൻ പറയുന്നത്. എന്നിട്ട് ശ്രീരാമകൃഷ്ണദേവൻ രണ്ടാമതൊരു കവിത കൂടെ ഇതിനകത്ത് പറയുന്നുണ്ട്. രണ്ടാമത്തെ കവിതയിൽ പറയുന്നത്, അത് പെട്ടെന്ന് പറയാം, ഞാൻ ഒരു സെക്കൻഡ് കൊണ്ട് പറയാം. അതായത് ഈ മനസ്സ്, നമ്മുടെയൊക്കെ മനസ്സെന്ന് പറയുന്നത്, മനസ്സ് ചൊല്ലുവിളി ഇല്ലാത്തതാണ് നമ്മുടെ മനസ്സ്, പറഞ്ഞാൽ കേൾക്കാത്തതാണ് മനസ്സ്. നന്മ വിളയിക്കാൻ പറ്റുന്ന ഒരു ഇടമാണ് യഥാർത്ഥത്തിൽ മനസ്സ്. പക്ഷെ ആ നന്മ വിളയിക്കാൻ പറ്റുന്ന ആ ഇടം ഒരു ചൊല്ലുവിളി ഇല്ലാത്ത ഇടമായിപ്പോയി.
അവിടെ അമ്മയുടെ നാമം കൊണ്ടൊരു വേലി കെട്ടാൻ കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ആ മനസ്സിനെ പരിപോഷിപ്പിക്കാൻ പറ്റൂ. അതിനകത്ത് ഭക്തിയാകുന്ന വെള്ളം ഒഴിച്ചാൽ മാത്രമേ നമുക്ക് ആ വിത്ത് നട്ട് അത് വളർത്തിയെടുക്കാൻ പറ്റുള്ളൂ. അതിന് ഒറ്റയ്ക്ക് നിങ്ങൾക്ക് സാധ്യമല്ല എങ്കിൽ നിങ്ങളൊരു സഹായിയെ തേടണം. ഒറ്റയ്ക്ക് നിങ്ങൾക്ക് ഇതൊന്നും ചെയ്യാൻ സാധ്യമല്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു സഹായിയെ തേടണം. സഹായി എന്ന് പറയുന്നത് സത്സംഗം. ഒറ്റയ്ക്ക് നമുക്ക് സാധ്യമല്ലാത്തത് കൊണ്ടാണ് നമ്മൾ ഈ സത്സംഗത്തിലേക്ക് വന്നത്. ഈ സത്സംഗത്തിലിരുന്നു കൊണ്ടാണ് നമ്മൾ ഈ ഒറ്റാലിൽ പെടാതിരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ സത്സംഗത്തിന് എത്രമാത്രം മഹത്വമുണ്ട് എന്ന് ശ്രീരാമകൃഷ്ണദേവൻ ഇവിടെ ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ്. അങ്ങനെയുള്ള ഒരു സത്സംഗത്തിൽ അങ്ങനെയുള്ള 8-10 പേര് മാത്രം ഇരിക്കുന്ന ജയഗോപാൽ സെന്നിൻ്റെ വീട്ടിലെ ആ കുറച്ച് ആളുകളുടെ 10 ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകിക്കൊണ്ടാണ് ഈ ഭാഗം അവസാനിക്കുന്നത്. തീർച്ചയായിട്ടും നമ്മൾ ഈ ഭാഗം വായിച്ച് അത് ബോധ്യപ്പെടണം. ഈ ഭാഗം വായിക്കണമെങ്കിൽ ഒരു കാര്യം കൂടെ ഇതിനകത്ത് ആഡ് ചെയ്യപ്പെടുന്നുണ്ട്. ഈ ഭാഗം നമുക്ക് പൂർണ്ണമായി വായിക്കുമ്പോൾ തീർച്ചയായും നമ്മൾ ഭഗവത്ഗീത കൂടെ വായിച്ചിരിക്കണം. ഭഗവത്ഗീത 18 അധ്യായത്തിൽ എന്താണോ പറയുന്നത് അതാണ് ഈ 10 ചോദ്യങ്ങളുടെ ഉത്തരം. അത്രയും കാച്ചിക്കുറുക്കിയാണ് ആ 10 ചോദ്യങ്ങളുടെ ഉത്തരം. അതായത് ഈ 15-ാം ഭാഗത്തിൻ്റെ അവസാനത്തെ 7-8 അധ്യായം എന്ന് പറയുന്നത് ഗീത മുഴുവനും കാച്ചിക്കുറുക്കിയതാണ്. അപ്പം ഭഗവത്ഗീത ഇല്ല, ഇതിൻ്റെ യഥാർത്ഥ ഉത്തരമെല്ലാം ഇരിക്കുന്നത് ഭഗവത്ഗീതയിലാണ്. ഭഗവാൻ അത് വളരെ ലളിതമായ ഉത്തരമായിട്ട് ഇതിനകത്ത് പറയുന്നുണ്ട്. പക്ഷെ ഗീത കൂടെ പഠിക്കാൻ, ഗീത കൂടെ കൂടുതൽ ആഴത്തിൽ ഗീതയിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ ഓരോ സാധകനെയും പ്രേരിപ്പിക്കുന്ന ഒരു ഭാഗം കൂടിയാണ് ഈ 2 അധ്യായം. അത് നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു ഭാഗത്തിന് എല്ലാ ഉത്കർഷയും നൽകാൻ ഈ വിഷുദിനത്തിൽ നമുക്ക് അതിന് സാധ്യമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സ്ഥാപകായ ധർമ്മസ്യ സർവധർമ്മസ്വരൂപിണി അവതാരവരിഷ്ഠായ രാമകൃഷ്ണായ തേ നമഃ. നമസ്തേ 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 നമസ്തേ. അതെ 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 ഇല്ല അത് അതെ 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 മാത്രം മതി മാത്രം മതി മാത്രമേ മാത്രം മതി. ഭഗവാൻ അത് കൃത്യമായി തന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ആ ചാനലിൽ എത്തിക്കഴിഞ്ഞു. ഇനി നമ്മൾ ഇതിൽ നിന്ന് ഒഴുകി വെളിയിൽ പോകാതിരുന്നാൽ മതി. അല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും ഇവിടെ എത്താൻ പറ്റില്ല, ഒരിക്കലും എത്താൻ പറ്റില്ല. അത് ആളുകളുടെ വൈപുല്യം നോക്കിയിട്ടല്ല, എത്തുന്ന ആ മനുഷ്യജീവികളുടെ ആ സുഹൃതത്തെയാണ് നമ്മൾ പങ്കിടുന്നത്. അതൊരു വലിയ ഇതാണ്. അല്ലാതെ 10,000-കണക്കിന് ആളുകൾ ഇരിക്കുന്നതിൻ്റെ ഇടയിൽ പോയിരുന്ന് ഘോരഘോരം പ്രസംഗം കേൾക്കുന്ന പോലെ അല്ല ഇത്. സത്സംഗം എന്ന് പറയുന്ന അതിൻ്റെ പ്രാധാന്യം അതുകൊണ്ടാണ് പറഞ്ഞത് ഭഗവാൻ. അതുകൊണ്ട് ആ കവിതയുടെ കാര്യം ഞാൻ എടുത്തു പറഞ്ഞത്. അതിന് നമുക്ക് സാധ്യമല്ലെങ്കിൽ നമ്മൾ ഒരു സഹായിയെ തേടിയാൽ മതി. അതിന് വലിയ ഇതൊന്നും ആവശ്യമില്ല. ഒരു സഹായിയെ തേടിയാൽ മതി. അത് സഹായിയാണ് ഇവിടെ ഇരിക്കുന്നത് നമ്മൾ ഓരോരുത്തരും. അന്യോന്യം സഹായിയാവുക. അതെ 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 നാമം ജപിക്കാം.